ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്ന് പെസഹയില്ലേ, അപ്പം പെസഹ അപ്പം ഉണ്ടാക്കിയാലോ. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് ഗായ്സ്. അരിപ്പൊടി 1/2 കിലോ, ഇത് മൈദ 250, കരിക്ക് 2 കരിക്ക്, കരിക്കിൻ്റെ വെള്ളം 1 ബൗൾ, കടല പൊടിച്ചത് 250 ഗ്രാം, മുന്തിരിങ്ങ 250, അണ്ടിപ്പരിപ്പ് 250, 100 ഗ്രാം കപ്പലണ്ടി, മിൽമയുടെ നെയ്യ് ആവശ്യത്തിന് ഏലക്ക പൊടിക്കുക. കരിക്കിൻ്റെ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടുത്ത പ്രോസസ് അരിമാവും പിന്നെ മൈദമാവും മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് അതും ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് മിക്സ് ആവാൻ വേണ്ടി, നല്ലവണ്ണം മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യണം. പിന്നെ ഈ കട്ട പോലെയോ തരിതരിയായിട്ടൊന്നും വരാൻ പാടില്ല. നല്ലവണ്ണം മിക്സ് ആവണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച അളവിൽ ഈ പെസഹ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സെമി സോൾഡ് പരുവത്തിൽ വേണം ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കിയ ശേഷം 1 അവർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ ഉണ്ടാക്കിയ ബാറ്റർ വേറൊരു പാത്രത്തിലേക്ക് പകർന്ന ശേഷം അത് നമ്മൾ 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കടലയും പഞ്ചസാരയോടെ ചേർത്ത് ബാറ്റർ ആക്കണം. നെയ്യൊഴിച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തെടുക്കുക. ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേ എണ്ണയിൽ തന്നെ കപ്പലണ്ടിയും ഉണക്കമുന്തിരിയും വറുത്തെടുക്കണം. ഈ പാത്രത്തിൽ നന്നായിട്ട് ഇത് നെയ്യ് തടവണം കേട്ടോ. നെയ്യ് നന്നായിട്ട് ബട്ടർ തടകിയ ശേഷം ഇതുപോലെ ചൂടായ പാത്രത്തിലേക്ക് ഈ ബാറ്റർ കോഴി ഒഴിക്കുക. പിന്നെ ഗാർണിഷിന് വേണ്ടിയിട്ട് മുകളിലേക്ക് കാഷ്നട്ട് അണ്ടിപ്പരിപ്പ് അത് വിതറുക. പിന്നെ അടച്ചു വെച്ച് ഏകദേശം 15 മിനിറ്റ് വേവിച്ചെടുക്കുക. നോക്കണം, ഇതുപോലെ നമ്മൾ കുത്തി നോക്കുമ്പോഴത്തേന് ഒട്ടി വരുന്നില്ലെങ്കിൽ അത് പാകമായെന്നാണ് അർത്ഥം. ഇതാണ് വെന്ത പെസഹ അപ്പം. പിന്നെ ഞങ്ങൾ കുരിശ് വച്ചില്ല, കുരിശിന് രാത്രി വെച്ച് സെറ്റാക്കത്തുള്ളൂ. ഇനി അത് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ.